തിരുവല്ല എന്ന ഗ്രാമത്തിൽ ഡയാന എന്നൊരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു. അച്ഛൻ പട്ടാളക്കാരനായതുകൊണ്ട് കണിശമായി അച്ചടക്കത്തിലായിരുന്നു അവളുടെ വളർച്ച. സിനിമയോ ഗ്ലാമറോ ഒന്നും അവളുടെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലായിരുന്നു. യാത്രകളെ പ്രണയിച്ച, പുസ്തകങ്ങളെ സ്നേഹിച്ച ആ പെൺകുട്ടി ഒരിക്കൽ തെന്നിന്ത്യൻ സിനിമയുടെ ചക്രവർത്തിനിയാകുമെന്ന് ആരും കരുതിയില്ല. നിങ്ങൾ കേൾക്കുന്ന ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ ജീവിതകഥയാണ്. തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു പെണ്ണിന്റെ പോരാട്ട വീര്യം. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒരു ദിവസം വിധി ഒരു ഫോൺ കോളിന്റെ രൂപത്തിൽ അവളെ തേടിയെത്തി. സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ തന്റെ പുതിയ സിനിമയിലേക്ക് ഒരു നായികയെ തിരയുകയായിരുന്നു. മാഗസിനിൽ കണ്ട അവളുടെ ചിത്രം അദ്ദേഹത്തെ ആകർഷിച്ചു. ആദ്യം മടിച്ചെങ്കിലും ഒരേ ഒരു സിനിമ എന്ന ഉറപ്പിൽ അവൾ ക്യാമറയ്ക്ക് മുന്നിലെത്തി. മനസ്സിനക്കരെ എന്ന സിനിമയിലെ ഗൗരിയായി അവൾ ചിരിച്ചപ്പോൾ മലയാളികൾക്ക് അവൾ സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെയായി. ആ നിഷ്കളങ്കയായിരുന്നു അവളുടെ ആദ്യത്തെ ആയുധം. മലയാളത്തിൽ നിന്ന് അവൾ തമിഴിലേക്ക് പറന്നു. അവിടെ അവൾ ഡയാനിയായിരുന്നില്ല, നയൻതാരയായിരുന്നു. രജനികാന്ത് എന്ന ഇതിഹാസത്തിനൊപ്പം ചന്ദ്രമുഖിയിൽ അഭിനയിച്ചതോടെ അവളുടെ തലവര മാറി. പക്ഷേ വെറുമൊരു നാടൻ പെൺകുട്ടിയായി ഒതുങ്ങാൻ അവൾ തയ്യാറല്ലായിരുന്നു. സ്വയം മാറി ഫാഷൻ ലോകത്തെ അമ്പരിപ്പിച്ചു. വിമർശകർ അവളെ നോക്കി പരിഹസിച്ചപ്പോഴും അവൾ തൻ്റെ സൗന്ദര്യം കൊണ്ടും പ്രകടനം കൊണ്ടും അവർക്ക് മറുപടി നൽകി. പക്ഷേ ഒരു സിനിമയിൽ എന്ന പോലെ അവളുടെ ജീവിതത്തിലും വില്ലന്മാർ വന്നു. പ്രണയങ്ങൾ തകർന്നു, വിശ്വസിച്ചവർ കൈവിട്ടു. മതം മാറിയതിൻ്റെയും ബന്ധങ്ങൾ തകർന്നതിൻ്റെയും പേരിൽ ലോകം അവളെ കല്ലെറിഞ്ഞു. 3 വർഷത്തോളം അവൾ ഇരുളിൽ ഒളിച്ചിരുന്നു. നയൻതാര അവസാനിച്ചു എന്ന് ലോകം ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ആ നിശബ്ദതയിൽ അവൾ തൻ്റെ ചിറകുകൾ മിനുക്കുകയായിരുന്നു. പതറിപ്പോയെടുത്തു നിന്ന് അവൾ എഴുന്നേറ്റത് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെയായിരുന്നു. അവളുടെ ജീവിതത്തിലെ കറുത്ത മേഘങ്ങൾ മാഞ്ഞു തുടങ്ങിയത് ഞാനും റൗഡിദാൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ്. അവിടെ വെച്ച് അവൾ വിഘ്നേഷ് ശിവൻ എന്ന യുവ സംവിധായകനെ കണ്ടു. വിക്കി അവളെ കണ്ടത് ഒരു നടിയായല്ല, മുറിവേറ്റ ഒരു ഹൃദയമായാണ്. അവളുടെ കണ്ണീരൊപ്പാൻ അവൾക്ക് തണലാകാൻ വിക്കി കൂടെ നിന്നു. നീണ്ട 7 വർഷത്തെ പ്രണയത്തിനൊടുവിൽ 2022 ജൂൺ മാസത്തിലെ ആ മനോഹരമായ പുലരിയിൽ വിക്കി നയൻതാരയുടെ കഴുത്തിൽ താലി ചാർത്തി. വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ സറോഗസി എന്ന പുതിയ വഴിയിലൂടെ അവളുടെ ജീവിതത്തിലേക്ക് 2 കുഞ്ഞുങ്ങൾ വന്നു. ഉയരും ഉലകവും. അവിടെയും വിവാദങ്ങൾ അവളെ വേട്ടയാടി. പക്ഷേ ഒരു അമ്മയുടെ കരുത്തോടെ അവൾ ആ പ്രതിസന്ധികളെ മറികടന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ കുരുന്ന് പൈകി പിടിക്കുമ്പോൾ അവൾക്ക് ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. നന്മ ചെയ്യുന്നവർക്ക് കാലം കരുതി വയ്ക്കുന്ന ചില സമ്മാനങ്ങളുണ്ട്. 2026 ജനുവരിയിൽ തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ച സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടിയായി നയൻതാര തിരഞ്ഞെടുക്കപ്പെട്ടു. അറം എന്ന സിനിമയിലെ അവളുടെ കളക്ടർ വേഷത്തിനുള്ള അംഗീകാരം. തൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കിയവർക്ക് മുന്നിൽ ഗവൺമെന്റിന്റെ ആ വലിയ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ അവൾ വീണ്ടും തെളിയിച്ചു, സത്യസന്ധമായ പോരാട്ടത്തിന് എന്നും വിജയമേ ഉണ്ടാകൂ എന്ന്. നയൻതാരയുടെ കഥ അവിടെ അവസാനിക്കുന്നില്ല. വീഴുമ്പോൾ ചിരിക്കുന്നവർക്ക് മുൻപിൽ എങ്ങനെ തല ഉയർത്തി നിൽക്കാമെന്നതിൻ്റെ പാഠമാണത്. ഇന്ന് അവൾ ഒരു നടിയല്ല, ഒരു ലേഡി സൂപ്പർ സ്റ്റാർ മാത്രമല്ല, അവൾ ഒരു വികാരമാണ്. പൊരുതുന്ന ഓരോ പെണ്ണിൻ്റെയും ആവേശമാണ്. പ്രിയപ്പെട്ടവരെ, നയൻതാരയുടെ ഈ ജീവിതകഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇതുപോലുള്ള കൂടുതൽ മനോഹരമായ വീഡിയോകൾക്ക്